ശബരിമലയിൽ ക്യൂ നിയന്ത്രണങ്ങളിൽ പാളിച്ച. നടപ്പന്തലിലെ എമർജൻസി പാതയിലൂടെ ആംബുലൻസിന് പോലും കടക്കാനാകുന്നില്ല. നിയന്ത്രണമില്ലാത്തതിനാൽ എമർജൻസി പാതയിലടക്കം ഭക്തരുടെ തിരക്കേറെയാണ്. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഭക്തരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തടസ്സം ഉണ്ടാകുന്നു. നിരവധി തവണ ആംബുലൻസുകൾ നിർത്തിയിടേണ്ട സാഹചര്യമുണ്ടായി. സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിലും നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസിന് പോകാനുള്ള വഴി അവിടെ ക്രമീകരിക്കുക പതിവാണ്. പക്ഷേ ഇത് അയ്യപ്പന്മാർ തിങ്ങി കടന്നു പോകുന്ന വഴിയിലൂടെ തന്നെ ആംബുലൻസ് കടത്തി വിടുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, അയ്യപ്പന്മാരെ ഇവിടെ നിയന്ത്രിക്കാൻ പോലീസും തയ്യാറാകുന്നില്ല. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഓരോ മണ്ഡലകാലത്തും അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിനൊക്കെ പോകേണ്ട ഒരു വഴിയാണ് ഈ നടപ്പന്തലിലൂടെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ ഭക്തജന തിരക്ക് അധികമാണെങ്കിലും ഇവിടേക്ക് കൂടുതൽ ഭക്തജനങ്ങളെ കയറ്റി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയും അതോടൊപ്പം തന്നെ രാത്രിയിലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഈ സന്നിധാനത്തേക്ക് എത്തുവാൻ സാധിക്കുക. അതിൽ തന്നെ ഘട്ടം ഘട്ടമായാണ് ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഭക്തരെ ഈ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. എന്നാൽ അത്തരത്തിലൊരു നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അതായത് ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുന്ന ഭക്തജനങ്ങളെ ഇവിടെ നിന്നും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ അവിടേക്ക് എത്തുമ്പോൾ ഈ എമർജൻസി പാതയിലേക്ക് എത്തുമ്പോൾ അവിടെ മുഴുവൻ ഭക്തജനങ്ങളുടെ തിരക്കാണ്. അതിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി പാതയൊരുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അതിൽ പല തവണയാണ് ആംബുലൻസുകൾക്ക് അവിടെ നിർത്തിയിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു പാളിച്ച, അത് അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണമാണ് ഈ നടപ്പന്തലിലേക്ക് ഉള്ള ഒരു ക്യൂവിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ആംബുലൻസുകൾ അവിടെ നിർത്തിയിടുന്നു. അതിനുശേഷം ഈ തിരക്ക് മാറ്റുവാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ ദർശനത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൃത്യമായി നിയന്ത്രിച്ചാൽ മാത്രമേ ദർശനം സുഗമമായി നടക്കുകയുള്ളൂ. എന്നാൽ കൂടുതൽ ഭക്തജനങ്ങളെ ഈ എമർജൻസി പാതയിലോട്ട് അടക്കം കടത്തിവിടുന്നത് ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിൽ വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത്. ആ തടസ്സം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ ദൃശ്യങ്ങളിൽ, അതായത് രാവിലെയും അതോടൊപ്പം തന്നെ രാത്രിയിലും ഇതേ സ്ഥിതി തുടരുകയാണ് എന്ന് മനസ്സിലാക്കാം. ഓരോ മണ്ഡലകാലത്തും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അടിയന്തര ഘട്ടങ്ങളിൽ ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ഭക്തജനങ്ങളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ വഴിയിൽ മറ്റൊരു തടസ്സം പാടില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായുള്ള നിയന്ത്രണം ആവശ്യമാണ്. എന്നാൽ ഈ ഭാഗത്ത്, അതായത് നടപ്പന്തലിലേക്ക് ഇറങ്ങി വരുന്ന ആ ഭാഗത്താണ്, ആ ഒരു എമർജൻസി പാതയിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു നിയന്ത്രണവും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ നിരവധിയായി ഈ ഭാഗത്തുണ്ട്. അവർക്ക് കൃത്യമായും ഇത് നിയന്ത്രിച്ച് ഈ വരി മുന്നോട്ട് കൊണ്ടുപോകാനാകും. എന്നാൽ അത്തരത്തിലൊരു നിയന്ത്രണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഭക്തജനങ്ങളൊക്കെ തന്നെ ആ എമർജൻസി പാതയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്കിടയിലൂടെ ഈ ആംബുലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യത്തിന് അതുവഴി പോകുന്ന സാഹചര്യത്തിൽ അവർക്കിടയിലൂടെ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ മുഴുവൻ മാറ്റിയാൽ മാത്രമേ അവിടെ നിന്നും ആ വാഹനങ്ങൾക്ക് അപ്പുറത്തെ റോഡിലേക്ക് കടക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. നിയന്ത്രണങ്ങളിലുള്ള ആ ക്യൂ നിയന്ത്രണങ്ങളിലുള്ള പാളിച്ച നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അതിൽ തന്നെ ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ആളുകളെയും കൊണ്ട്, ഈ ഭക്തജനങ്ങളെയും കൊണ്ടാണ് ഈ ആംബുലൻസ് അതുവഴി കടന്നു പോകുന്നത്. അത്രയധികം സമയം അവിടെ നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ വരികൾക്കിടയിലൂടെ കടക്കുമ്പോൾ, അതായത് കൃത്യമായും ആ പാത ഒരുക്കിയിരിക്കുന്നത് ഈ എത്തുന്ന ഭക്തജനങ്ങളെ, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൽ നിയന്ത്രിച്ച് മുന്നോട്ടുള്ള ആ ഒരു വരിയിൽ മുഴുവൻ ഭക്തജനങ്ങളായ ശേഷം അവരെ കടത്തിവിട്ട ശേഷമാണ് അടുത്ത ഗേറ്റ് തുറക്കുക. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ഗേറ്റ് തുറന്നു കൊടുക്കുകയും അവിടേക്ക് ഈ ഭക്തജനങ്ങൾ തിങ്ങി നിറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്, അവിടേക്ക് കടന്നു വന്ന ആംബുലൻസുകൾ അവിടെ നിർത്തിയിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഈ മുൻപിലെ തിരക്ക് മാറ്റിയ ശേഷം മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിൽ കൃത്യമായും അവിടെ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് തന്നെയാണ്. അവിടെയുള്ള ഭക്തജനങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി വേണം ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ എന്നുള്ളതാണ്. ഓരോ ദിവസവും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. അതോട് തന്നെ മനസ്സിലാക്കുന്നത്, ഈ ആംബുലൻസുകൾ കടന്നു പോകാനുള്ള പാത ഒരുക്കാൻ കഴിയാത്തത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായതുകൊണ്ടാണോ, അവിടെ പോലീസിൻ്റെ സേവനം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഭക്തരെ നിയന്ത്രിച്ച് കടത്തിവിടേണ്ട ഒരു പാത, ആംബുലൻസുകൾക്ക് കൃത്യമായി പാത ഒരുക്കേണ്ട ഒരു പ്രത്യേക സ്ഥലം, അവിടെ കൃത്യമായി പോലീസിൻ്റെ സേവനം മതിയാകാതെ വരുന്നത് കൊണ്ടാണോ ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടാവുന്നത്? മനോജ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ നടപ്പന്തലിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായും അവർക്ക് നിയന്ത്രിക്കാനാകുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഇത്തരത്തിലേക്ക് ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണമാണ് നടക്കുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഗേറ്റ് തുറന്ന് ഭക്തരെ ഈ എമർജൻസി പാതയിൽ അടക്കം നിരത്തി നിർത്തുക എന്നുള്ള കാര്യം, അത് ഒരു വാഹനങ്ങൾക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഭക്തജന തിരക്ക് അവിടെ വന്നു കഴിഞ്ഞു. അത് കൃത്യമായും നിയന്ത്രിക്കാൻ പോലീസിനാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അപകട സാഹചര്യങ്ങളിൽ, ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസുകൾക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് മാറ്റിയ ശേഷം മാത്രമേ, അതായത് ഈ തിരക്ക് കൃത്യമായി നിയന്ത്രിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു സഞ്ചാരപാത അത് കൃത്യമായി അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയുള്ളൂ. ഈ അടിയന്തര സാഹചര്യങ്ങളിൽ കുഴഞ്ഞു വീഴുന്നതും അതോടൊപ്പം തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഭക്തരെ കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത്തരത്തിൽ ഒരു നിയന്ത്രണമല്ല നടക്കുന്നത് ാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. കാരണം ഭക്തരിങ്ങനെ തിരക്ക് അധികമാകുമ്പോഴും ഈ ഭക്തരിങ്ങനെ എമർജൻസി പാതയിൽ അടക്കം കയറി നിൽക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അത് അവിടെ നിയോഗിച്ചിട്ടുള്ള പോലീസുകാരാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ ആ ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനുശേഷം മുൻപിലുള്ള ആ തിരക്ക് മാറിയതിന് ശേഷം മാത്രമാണ് സാധാരണയായി ഈ പുറകിലത്തെ ഗേറ്റ് തുറന്ന് അവരെ കടത്തിവിടുന്നത്. എന്നാൽ ഈ മുഴുവൻ ഭക്തരെയും ഒരു സ്ഥലത്ത് തന്നെ കടത്തിവിട്ടുകൊണ്ട് അവിടെ അത്തരത്തിലൊരു തിരക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ആംബുലൻസ് അവിടെ വലിയ തരത്തിൽ കഴിയാതെ വരുന്നത് കൊണ്ട് സന്നിധാനത്ത് അടിയന്തര ഘട്ടങ്ങളിൽ സഞ്ചരിക്കേണ്ട ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നു. അത് കൃത്യമായി പോലീസിൻ്റെ ഈ ക്യൂ നിയന്ത്രണത്തിലെ പാളിച്ചയാണ് സന്നിധാനത്ത് ഇപ്പോൾ ഈ സാഹചര്യം ഒരുക്കുന്നത് എന്നാണ് മനോജ് സന്നിധാനത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.